കേരളത്തിലെ മാധ്യമ മേഖല വലതുപക്ഷപരമാണ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ പ്രമേയങ്ങളോടോ പ്രചരണ രീതികളോടോ മൂലധന ബന്ധങ്ങളോടോ വർഗീയമായ താല്പര്യങ്ങളോടോ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല. അതുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് നോക്കിയാൽ കാണാം. വലതുപക്ഷത്തിൻ്റെ ആശയങ്ങൾക്ക്, വർഗീയ ശക്തികൾക്കും ഒക്കെ നൽകുന്ന പിന്തുണ, ഇടതുപക്ഷത്തിനെതിരെ നിരന്തരമായി നടത്തുന്ന പ്രചാരവേല, അപവാദ പ്രചരണങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. അതവർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനപ്പുറം സൂക്ഷ്മതലത്തിൽ കേരളത്തിലെ മാധ്യമ മണ്ഡലം വലതുപക്ഷത്തിന്റെ യുക്തികളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അതിൻ്റെ സമഗ്രതയിലും ആഴത്തിലും മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ അനുവദിക്കാതെ അതിനെ ഉപരിപ്ലവമായ തർക്കങ്ങളും ശബ്ദഘോഷങ്ങളുമാക്കി മാറ്റുക. ഒരാഴ്ചക്കാലം ഒരു പ്രശ്നത്തിന്റെ കോലാഹലം ഉണ്ടാക്കുക, അതിൻ്റെ സത്യാവസ്ഥ ആളുകൾ പതിയെ പതിയെ മനസ്സിലാക്കി വരുമ്പോഴേക്കും മറ്റൊന്നിലേക്ക് അതിനെ തിരിച്ചുവിടുക. സാമൂഹ്യ ഇടപെടലിൻ്റെ വിപുലമായ ഒരു സ്വാധീനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജീവിതത്തെ സാധ്യമാക്കിയത്. എന്നാൽ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകൾക്കിടയിൽ ഈ സാമൂഹിക ഇടപെടലിനും അതിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ജീവിതബോധത്തിനും വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. കേരളത്തിലെ മധ്യവർഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെയും താരതമ്യേന 3-ാം ലോക സമൂഹങ്ങളിലെ ഏറ്റവും വലിയ മധ്യവർഗ വിഭാഗങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ പരിഷ്കരണങ്ങളുടെയും സാമൂഹ്യ ഇടപെടലുകളുടെയും ഫലമാണ്, സംശയമൊന്നുമില്ല. ഏതാണ്ടൊരു ജനസംഖ്യയിലെ 60% മധ്യവർഗത്തിന്റെ പല തട്ടുകളിൽ പെടുന്ന മട്ടിലേക്ക് കേരളത്തിലെ സാമൂഹിക ഘടന മാറിയിട്ടുണ്ട്. ഈ മധ്യവർഗത്തിന്റെ ജീവിത മൂല്യങ്ങളിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ, പ്രത്യേകിച്ചും ആഗോളീകരണത്തിന് ശേഷമുള്ള കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ വലിയ മാറ്റം വന്നു. ഈ മാറ്റം കേരളത്തിന്റെ ഇടതുപക്ഷപരമെന്ന് വിളിക്കാവുന്ന ജീവിത ബോധ്യങ്ങളെ വലിയ തോതിൽ അട്ടിമറിക്കുന്നുമുണ്ട്. ഞാൻ ഓരോ ഘടകവും എടുത്ത് വിശദമായിട്ട് പറയാൻ ഇവിടെ മുതിരുന്നില്ല. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഇപ്പൊ കേരളത്തിന്റെ ചരിത്രപരമായ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കേരളത്തിലെ മതജീവിതത്തിനുണ്ടായിരുന്ന ഒരു സാഹോദര്യ ഭാവമാണ്. MGS നാരായണനെ പോലെയുള്ള ചരിത്രകാരന്മാർ അതിന് പ്രത്യേകമായ ഒരു പേര് നൽകുന്നുണ്ട്. സിംബയോട്ടിക് എന്ന് പറയും. അന്യോന്യാശ്രിതമായ, പരസ്പരാശ്രിതമായ ഒരു മതജീവിതം കേരളത്തിൽ വികസിച്ചു വന്നിരുന്നു. കാരണം കേരളത്തിലെ ജനസംഖ്യാ വിതരണം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഏതാണ്ട് 50% വരുന്ന ഹിന്ദു ജനവിഭാഗങ്ങൾ, 25% വരുന്ന മുസ്ലിങ്ങൾ, 20% താഴെ വരുന്ന ക്രിസ്ത്യാനികൾ, മറ്റു കുറച്ച് വിഭാഗങ്ങൾ എന്ന നിലയിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് തങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാവുന്ന ഒരു സ്ഥിതി കേരളത്തിലില്ല. നിങ്ങൾക്ക് ഗെട്ടോയിസേഷൻ നടത്താനോ നിങ്ങളുടെ മതക്കാരും ജാതിക്കാരും മാത്രമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനോ ചരിത്രപരമായി തന്നെ കേരളത്തിൽ കഴിയുമായിരുന്നില്ല. MGS കേരളത്തിലെ പഴയ ഒരു ഡോക്യുമെന്റിനെ പൊതുവർഷം 9-ാം നൂറ്റാണ്ടിൽ ചേര ഭരണകാലത്തെ പെരുമാൾ വാഴ്ചക്കാലത്തുണ്ടായ ഒരു ഡോക്യുമെന്റിനെ പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സെക്യുലർ ഡോക്യുമെന്റ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. തരിസാപ്പള്ളി ചെപ്പേട് എന്നറിയപ്പെടുന്ന പൊതുവർഷം 845 പുറത്തു വന്ന ഒരു ഡോക്യുമെന്റാണ്. വേണാട്ടടികളായ അയ്യനടികൾ തിരുവടികൾ എന്ന നാട്ട് രാജാവ് മാർ സബീർ ഈശോ എന്നു പേരായിട്ടുള്ള ഒരു സിറിയൻ ക്രിസ്ത്യാനിക്ക് കുറേയേറെ വിശേഷ അവകാശങ്ങൾ അനുവദിച്ച് നൽകുന്ന ഒരു ഡോക്യുമെന്റാണ് തരിസാപ്പള്ളി ചെപ്പേട്. ആ ചെപ്പേടിലെ സാക്ഷികളായിട്ട് ക്രിസ്ത്യാനികളുണ്ട്, യഹൂദരുണ്ട്. അത് നൽകുന്നത് ഒരു ഹിന്ദു രാജാവാണ്, അത് ലഭിക്കുന്നത് ഒരു സിറിയൻ ക്രിസ്ത്യാനിക്കാണ്. ഇങ്ങനെ അന്യോന്യാശ്രിതമായ ജീവിതം എന്നത് ചരിത്രപരമായി തന്നെ കേരളത്തിൽ വേരുകളുള്ള ഒന്നാണ്. അപ്പോ സാമൂതിരിയുടെ സൈനിക തലവനായി കുഞ്ഞാലിയെ പോലുള്ള ആളുകൾ വരുന്നതും അടക്കം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ അതിനെത്രയെങ്കിലും തുടർച്ചയുണ്ട് എന്നതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. ഈ പരസ്പരാശ്രിത ജീവിതത്തെ നവോത്ഥാനത്തിനും അതിന് പിന്നാലെ വന്ന ആധുനിക സമൂഹ രൂപീകരണത്തിന്റെ ഘട്ടത്തിലും പരസ്പരാശ്രിതമായ നമ്മുടെ ജീവിത പാരമ്പര്യത്തെ മതസാഹോദര്യം എന്ന ആധുനിക മൂല്യമായി വികസിപ്പിച്ചെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞു.
ഇപ്പൊ ലോകത്താദ്യമായി സർവമത സമ്മേളനം ശരിയായ അർത്ഥത്തിൽ നടക്കുന്നത് കേരളത്തിലാണ്. 1924 ആലു അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനം. അതിനു മുമ്പ് ചിക്കാഗോയില് കൊളംബസ് അമേരിക്കയിലെത്തിയതിന്റെ 400-ാം വാർഷികം മുൻനിർത്തി ഒരു ലോക മത പാർലമെന്റ് നടന്നിട്ടുണ്ടെങ്കിലും ആ മത പാർലമെന്റും നമ്മുടെ സർവമത സമ്മേളനവും തമ്മിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. വിവേകാനന്ദനൊക്കെ പങ്കെടുത്ത ചിക്കാഗോ സർവമത പാർലമെന്റിൽ എല്ലാ മതങ്ങളിൽപ്പെട്ടവരും അവരവരുടെ മതങ്ങളുടെ മേന്മ സ്ഥാപിക്കാനുള്ള വാദങ്ങളാണ് അവതരിപ്പിച്ചതെങ്കിൽ 1924 ഗുരു അധ്യക്ഷനായി നിരുന്ന സർവമത സമ്മേളനത്തിൽ എല്ലാ മതങ്ങളും സാരാംശത്തിൽ ഒന്ന് തന്നെയാണ് എന്ന തത്വം സ്ഥാപിക്കാനാണ് ശ്രമം നടന്നത്. പല മത സാരവും ഏകം എന്ന് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ആത്മോപദേശ ശതകത്തിൽ എഴുതിയ ആശയത്തിന്റെ സാമൂഹികമായ ഒരു ആവിഷ്കാരം എന്ന നിലയിലാണ് 1924 സർവമത സമ്മേളനം നടന്നത്. അന്യമതങ്ങൾക്കെതിരായ വിമർശനം അവിടെ നടക്കുമായിരുന്നില്ല. നിങ്ങൾ സർവമത സമ്മേളനത്തിന്റെ സവിശേഷമായ ഒരു കഥ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, സർവമത സമ്മേളനത്തിൽ വിവിധ മതത്തിന്റെ പ്രതിനിധികൾ വന്നു. ആര്യ സമാജത്തിന്റെ പ്രതിനിധിയായിട്ടും വടക്കേ ഇന്ത്യയിൽ നിന്നൊരു സ്വാമി വന്നിരുന്നു. അദ്ദേഹം തന്റെ പ്രസംഗത്തിനിടയിൽ ക്രിസ്തു മതത്തെ വലിയ തോതിൽ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ഇംഗ്ലീഷിലുള്ള പ്രസംഗം പരിഭാഷപ്പെടുത്തിയിരുന്നത് ആദ്യം ടി കെ മാധവനാണ്, ദേശാഭിമാനി പത്രത്തിന്റെ. നമ്മുടെ ദേശാഭിമാനി അല്ല, അതിനു മുമ്പ് ഒരു ദേശാഭിമാനിയുണ്ട്, വൈക്കം സത്യാഗ്രഹ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ദേശാഭിമാനി. ദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന ടി കെ മാധവൻ. സ്വാമി പ്രസംഗിക്കുന്നു, മാധവൻ പരിഭാഷപ്പെടുത്തുന്നു. പ്രസംഗം കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോ ടി കെ മാധവൻ പരിഭാഷ നിർത്തി. കാരണം ഇദ്ദേഹം അന്യമതങ്ങളെ വിദ്വേഷിച്ച് പറയുന്നു, അത് പരിഭാഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ടി കെ മാധവൻ അത് നിർത്തി. പിന്നീട് സഹോദരൻ അയ്യപ്പൻ പരിഭാഷ ആരംഭിച്ചു. അയ്യപ്പ മാഷും കുറച്ച് കഴിഞ്ഞപ്പോ പരിഭാഷ നിർത്തി. പിന്നീട് ഇത് പൂർത്തിയാക്കിയ ആള് മഞ്ചേരി കൃഷ്ണയ്യർ എന്ന് പറയുന്ന ബുദ്ധമതത്തിന്റെ പ്രതിനിധിയായി സംസാരിക്കാൻ അവിടെ വന്ന ആളാണ്. ആ പരിഭാഷ പൂർത്തിയാക്കിയത്. മഞ്ചേരി കൃഷ്ണയ്യർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ വന്ന സ്വാമി ഒരു കാര്യം പറയും, കൃഷ്ണയ്യർക്ക് തോന്നിയത് പറയും. അല്ലാതെ ഇയാൾ പറഞ്ഞതൊന്നും പരിഭാഷപ്പെടുത്തിയിട്ടല്ല. അതിന് അവസാനം പറഞ്ഞ ഒരു വിശദീകരണം എന്താന്ന് വെച്ചാൽ, ഗുരു ഇരിക്കുന്ന വേദിയിൽ മറ്റൊരു മതത്തെ നിന്ദിച്ച് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് കേരളം രൂപപ്പെടുത്തിയ വലിയൊരു മൂല്യമായിരുന്നു. അന്യമത വിദ്വേഷം എന്നത് കേരളത്തിൽ സാധ്യമല്ലാത്ത മട്ടിൽ നമ്മുടെ പരസ്പരാശ്രിതമായ ജീവിതത്തെ ഒരു മൂല്യബോധമാക്കി മാറ്റാൻ നവോത്ഥാന കാലത്ത്, പിന്നീട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇടതുപക്ഷത്തിന് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് മത സാഹോദര്യം എന്ന പഴയ ആശയത്തിന് പകരം മതത്തിന്റെ സാർവത്രിക ജീവിതം, പല മതസാരവും ഏകമെന്ന തത്വം കേരളത്തിൽ ഏറെക്കുറെ, ഞാൻ പൂർണ്ണമായിട്ട് ഇതൊന്നും നടപ്പിലായി എന്ന് പറയല്ല, പക്ഷെ ആ ഒരു മൂല്യം ശക്തമായി. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിലെ കേരളത്തിലെ മതജീവിതം നിങ്ങൾ നോക്കൂ. സിംബയോട്ടിക്, പരസ്പരാശ്രിതം എന്നതിന് പകരം അന്യോന്യ വിരുദ്ധമായ, പരസ്പര വിരുദ്ധമായ, വിദ്വേഷപൂർണമായ മതബോധം ശക്തിപ്പെട്ട് വന്നിരിക്കുന്നു. മതത്തെ ഒരു മൂല്യമായി കാണണം. നാരായണഗുരു പറയുന്നുണ്ട്, ക്രിസ്തുമതം സ്നേഹമാണ്, ഇസ്ലാം സാഹോദര്യമാണ്. എങ്കിൽ സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കില്ല എന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം എന്ന നിലയിൽ മതത്തെ അടിസ്ഥാനപരമായ ഒരു നൈതിക മൂല്യമായി മാറ്റുന്നതാണ് നമ്മൾ കേരളത്തിന്റെ ജീവിത പരിസരത്ത് കണ്ടതെങ്കിൽ, ഇന്ന് മതം എന്ന് പറയുന്നത് ഇത്തരം മൂല്യങ്ങളെല്ലാം മാറ്റിവെച്ച് മതം എന്നത് ആചാരമായി തീർന്നു. നിങ്ങൾ അനുഷ്ഠിക്കുന്ന ആചാരമാണ് നിങ്ങളുടെ മതം, അതല്ലാതെ നിങ്ങളുടെ മൂല്യമൊന്നും അല്ല. നിങ്ങൾക്ക് ക്രൈസ്തവത സ്നേഹമല്ല, ഇസ്ലാം സാഹോദര്യമല്ല, അദ്വൈത വേദാന്തം ഏകമല്ല, ബുദ്ധമതം കരുണയല്ല, മറിച്ച് ഇതെല്ലാം ആചാരങ്ങളാണ്. ആചാരം മതമായാലുള്ള അടിസ്ഥാനപരമായ തകരാറ്, ഒരു മതത്തിന്റെ ആചാരം മറ്റൊരു മതത്തിന്റെ ആചാരമായിട്ട് ചേരൂല. ഒരു മതത്തിന്റെ ദൈവസങ്കല്പവും മറ്റൊരു മതത്തിന്റെ ദൈവസങ്കല്പവും തമ്മിൽ ചേരില്ല. ഒരു മതത്തിന്റെ പൗരോഹിത്യക്രമവും മറ്റൊരു മതത്തിന്റെ പൗരോഹിത്യക്രമവും തമ്മിൽ ചേരില്ല. ഒരു മതം മറ്റൊരു മതവുമായി 100% ചേരുന്ന ഒരൊറ്റ സ്ഥാനമേ ഉള്ളൂ, അത് മതത്തിന്റെ മൂല്യമാണ്.
സ്നേഹം സാഹോദര്യമായിട്ട് ചേരും, സാഹോദര്യം കാരുണ്യമായിട്ട് ചേരും, കരുണ ഏകതയായിട്ട് ചേരും. ചേരുന്നിടങ്ങളിലാണ് മതത്തെ കേരളീയ സമൂഹം ദീർഘകാലം മനസ്സിലാക്കിയതെങ്കിൽ ഇന്ന് അതിനെ വേർപെടുത്തുന്ന, അതിനെ ഭിന്നിപ്പിക്കുന്ന സ്ഥാനങ്ങളിൽ, ആചാരപരതയിൽ, പൗരോഹിത്യത്തിൽ, സ്ഥാപന രൂപങ്ങളിൽ മതത്തെ മനസ്സിലാക്കുന്ന നിലയിലേക്ക് മാറുകയും മതബോധം എന്നത് അപരവിദ്വേഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് മാറിത്തീരുകയും ചെയ്തു. ഈ മാറി വന്ന ഒരു സ്ഥിതി അതിനടിസ്ഥാനമായി തീർന്നതാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ 1990 വരെയോ 2000 ആണ്ട് വരെയോ ഒക്കെ കേരളത്തിൽ പ്രബലമായിട്ടുണ്ടായിരുന്ന സാമൂഹിക ഭാവന ക്ഷീണിക്കാൻ തുടങ്ങുകയും ആഗോളീകരണത്തെ തുടർന്ന് അതിൻ്റെ ഗുണഫലങ്ങൾ കൂടി അനുഭവിച്ചു വളർന്നു വന്ന കേരളത്തിലെ മധ്യവർഗം മിക്കവാറും വ്യക്തിവാദപരമായ ജീവിത ബോധ്യങ്ങളിലേക്ക് കൂടുതൽ പിൻവാങ്ങുകയും സാമൂഹികത എന്നത് പതിയെ കേരളീയ സമൂഹത്തിൽ ദുർബലാവുകയും ചെയ്തു. സാമൂഹികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയിൽ ചേരലല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ അതിനെ ചുരുക്കി കാണാറുണ്ട്. അങ്ങനെയല്ല. സാമൂഹികത ഒരു സംഘടനാംഗത്വമോ അല്ലെങ്കിൽ സമരങ്ങളിൽ പ്രത്യക്ഷമായി പങ്കെടുക്കലോ മാത്രമല്ല. സാമൂഹികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം മറ്റുള്ളവരെ കൂടി പരിഗണിക്കാൻ ഉത്തരവാദപ്പെട്ടതാണ് എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയുന്നതാണ് സാമൂഹികത. ഇംഗ്ലീഷിൽ അതിനെ ഒറ്റ ചെറിയൊരു ഫ്രേസിൽ ചുരുക്കി പറയാറുണ്ട്, കൺസേൺ ഫോർ ദ അതർ. മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതൽ. നിങ്ങൾ നാരായണഗുരുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ ആത്മീയ ശ്ലോകം ശ്രദ്ധിച്ചാൽ അതിലിത് കാണാം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന്റെ ഗുണത്തിനായി വരണം എന്ന ആത്മോപദേശ ശതകത്തിലെ ആധ്യാത്മിക തത്വം വാസ്തവത്തിൽ അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള, സാമൂഹിക മൂല്യമുള്ള ഒരാശയമാണ്. വിവേകമെന്ന ആശയത്തെ കുമാരനാശാൻ വിശദീകരിച്ചത് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ്. ഇങ്ങനെ താനല്ലാത്തതിനെ കുറിച്ചുള്ള തൻ്റെ കരുതൽ, അത് വിദ്യാഭ്യാസത്തിലാകാം, തൊഴിലിലാകാം, രാഷ്ട്രീയത്തിലാകാം, ദൈവഭാവനയിലാകാം, എവിടെയുമാകാം. തൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ താൻ മാത്രമല്ല, തൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ തനിക്ക് അപ്പുറമുള്ളവരുണ്ട്. ഈ അപ്പുറമുള്ളവരുണ്ട് എന്നുള്ള കരുതൽ അതിപ്രധാനമായി വരുന്നതിനെയാണ് സാമൂഹ്യ ഭാവന എന്ന് നാം പറയുന്നത്. ആ സാമൂഹ്യ ഭാവന പതിയെ ദുർബലപ്പെടുകയും അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ അപരവിദ്വേഷപരമായ മതബോധം, ആചാരപരമായ മതബോധം, ജാതീയതയുടെ സാർവത്രികമായ വ്യാപനം, ഉപഭോഗഭ്രാന്തിൻ്റെ പെരുപ്പം, ഇത്തരത്തിലുള്ള നിരവധിയായ ഘടകങ്ങൾ കേരളീയ ജീവിതത്തെ വളരെ കൂടുതൽ വിഴുങ്ങിയ ഒരു കാലം കൂടിയാണ് നമ്മൾ ഇപ്പോ സമീപകാലത്ത് കണ്ടത്. ഇത് കേരളത്തിന്റെ അടിസ്ഥാന വർഗഘടനയിൽ വന്ന മാറ്റങ്ങളുടെ അവബോധ തലത്തിലെ പരിവർത്തനം കൂടിയാണ് എന്ന് പറയാം. ഈ പരിവർത്തനത്തെ രൂപപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രമത്തെ രൂപപ്പെടുത്തുന്നതിൽ ഞാനിതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സാമൂഹിക ബോധത്തിന്റെ വലതുപക്ഷവൽക്കരണം എന്നത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ ആളുകൾ പോയി നേരിട്ട് അംഗത്വമെടുക്കലല്ല, മറിച്ച് ഈ അടിസ്ഥാന മൂല്യത്തെ കൈവിട്ട് ജാതീയതയിലും വർഗീയതയിലും ആചാരപരതയിലും വ്യക്തിവാദത്തിലും ഉപഭോഗഭ്രാന്തിലും ഒക്കെ അധിഷ്ഠിതമായി ജീവിക്കാൻ ഒരാൾ ശ്രമിക്കുന്നതോടെ, അല്ലെങ്കിൽ അതിന് പാകമായ ഒരു അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകുന്നതോടെ സമൂഹം വലതുപക്ഷപരമായി തീരും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, വലതുപക്ഷമാകാനായി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. കാരണം വെറുതെ ഇരിക്കുമ്പോൾ നാം നിലകൊള്ളുന്ന സാമൂഹ്യ മൂല്യ മണ്ഡലം കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വലതുപക്ഷത്തിൻ്റെതാണ്. അവിടെ ജാതിയുണ്ട്, അവിടെ ആചാരപരതയുണ്ട്, മതവിദ്വേഷമുണ്ട്, വ്യക്തിവാദമുണ്ട്, ഉപഭോഗഭ്രാന്തുണ്ട്. അങ്ങനെ സമൂഹ വിരുദ്ധം എന്ന് വിളിക്കാവുന്ന മൂല്യങ്ങളുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥ, ഹാബിറ്റസ് എന്നൊക്കെ പിയറി ബോർദ്യൂനെ പോലുള്ള സാമൂഹ്യ ചിന്തകന്മാർ പറയുന്ന ഒരാവാസ വ്യവസ്ഥ കേരളത്തിൽ സ്വാഭാവികമായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പക്ഷപാതവും ഇല്ല, പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിഷ്പക്ഷനാണ് എന്ന് തെറ്റിദ്ധരിക്കും.
ഫലത്തിൽ അത് വലതുപക്ഷ മൂല്യങ്ങൾക്കകത്ത് സ്വാഭാവികമായി കഴിയലാണ്. അതുകൊണ്ട് ഇടതുപക്ഷമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ടു തരം സമരങ്ങൾ അനിവാര്യമായി നടത്തണം. ഒന്ന്, സ്വന്തം ബോധ്യങ്ങളെ ഇടതുപക്ഷപരമാക്കി നിർത്താനുള്ള നിരന്തര സമരം നടത്തണം. രണ്ട്, സാമൂഹ്യ ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷവൽക്കരണത്തോട് നിരന്തരമായി സമരം നടത്തണം. വലതുപക്ഷത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ മത്സരിച്ചാൽ മതി, ഈ മൂല്യബോധം എല്ലാം കൂടി ഒട്ടായിത്തീരും. ഇടതുപക്ഷത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്താലും മൂല്യബോധം വലതുപക്ഷമായിരിക്കുന്നതോടെ ഇത് വലതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ യുക്തി സ്വാഭാവികമായി വളർന്നു വരികയും ചെയ്യും. ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ ജീവിത പരിസരത്തെ വലിയ തോതിൽ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന മട്ടിൽ അവബോധ തലത്തിലെ ഒരു മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നല്ല, വലിയ തോതിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നതാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥിതി. അതുകൊണ്ട് മതവിദ്വേഷം എന്നത് കേരളത്തിൽ ഇന്നൊരു വലിയ പ്രശ്നമല്ല. തൻ്റെ മതബോധത്തെ അന്യമതത്തിനെതിരായ ഒരു വിദ്വേഷമായി കൊണ്ടു നടക്കാൻ കഴിയുന്നവർ എത്രയെങ്കിലും കേരളത്തിലുണ്ട്. ഈ മാറ്റങ്ങൾ കേരളത്തിൽ ധാരാളമായി സംഭവിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ മാറ്റത്തെ ശക്തിപ്പെടുത്തുന്ന ഓരോ ഘടകവും പ്രത്യേകിച്ച് എടുത്ത് പറയണം, ഞാൻ അങ്ങനെ മുതിരുന്നില്ല. ശക്തിപ്പെടുത്തുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം കേരളത്തിലെ മാധ്യമ മണ്ഡലം. കേരളത്തിലെ മാധ്യമ മേഖല വലതുപക്ഷപരമാണ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ പ്രമേയങ്ങളോടോ പ്രചരണ രീതികളോടോ മൂലധന ബന്ധങ്ങളോടോ വർഗീയമായ താല്പര്യങ്ങളോടോ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല. അതുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് നോക്കിയാൽ കാണാം. വലതുപക്ഷത്തിൻ്റെ ആശയങ്ങൾക്ക്, വർഗീയ ശക്തികൾക്കും ഒക്കെ നൽകുന്ന പിന്തുണ, ഇടതുപക്ഷത്തിനെതിരെ നിരന്തരമായി നടത്തുന്ന പ്രചാരവേല, അപവാദ പ്രചരണങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. അതവർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനപ്പുറം സൂക്ഷ്മതലത്തിൽ കേരളത്തിലെ മാധ്യമ മണ്ഡലം വലതുപക്ഷത്തിന്റെ യുക്തികളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അതിൻ്റെ സമഗ്രതയിലും ആഴത്തിലും മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ അനുവദിക്കാതെ അതിനെ ഉപരിപ്ലവമായ തർക്കങ്ങളും ശബ്ദഘോഷങ്ങളുമാക്കി മാറ്റുക. ഒരാഴ്ചക്കാലം ഒരു പ്രശ്നത്തിന്റെ കോലാഹലം ഉണ്ടാക്കുക, അതിൻ്റെ സത്യാവസ്ഥ ആളുകൾ പതിയെ പതിയെ മനസ്സിലാക്കി വരുമ്പോഴേക്കും മറ്റൊന്നിലേക്ക് അതിനെ തിരിച്ചു വിടുക. ലളിതമായി പറഞ്ഞാൽ, ഇപ്പൊ മാർക്സിസത്തെ കുറിച്ച് ലെനിൻ നൽകുന്ന മനോഹരമായ ഒരു വിശദീകരണമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും സമഗ്രമായ വിശദീകരണം സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാഹചര്യങ്ങളുടെ സമൂർത്തതയെ മനസ്സിലാക്കണം. രണ്ട്, അതിനെ സമൂർത്തമായി വിശദീകരിക്കണം. ഇത് രണ്ടും സാധ്യമല്ലാത്ത മട്ടിൽ, സാഹചര്യങ്ങളുടെ ആകത്തുകയെ സമഗ്രമായി മനസ്സിലാക്കാൻ നമ്മെ അനുവദിക്കാത്ത മട്ടിൽ, അത് മനസ്സിലാക്കിയാൽ അതിനെ സൂക്ഷ്മാംശത്തിൽ വിശകലനം ചെയ്യാൻ നമ്മെ സമ്മതിക്കാത്ത മട്ടിൽ ഉപരിപ്ലവതയുടെ, ശബ്ദഘോഷത്തിന്റെ, വിദ്വേഷത്തിന്റെ ഒരു വലിയ ആഘോഷത്തിമിർപ്പായി നമ്മുടെ മാധ്യമ മണ്ഡലം മാറിയിട്ടുണ്ട്. പണ്ട് ഗുണ്ടർഗ്രാസ് ഒരു നോവലിന് പേരിടുന്നുണ്ട് ടിൻഡ്രം എന്നത്, തകരച്ചെണ്ട എന്നാണ്. ഈ തകരച്ചെണ്ട പോലെ അർദ്ധശൂന്യമായി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു ശബ്ദ കോലാഹലത്തിന്റെ പരിസരം സൃഷ്ടിക്കുകയും ആ പരിസരത്ത് നമ്മെ തന്നെ തളച്ചിടാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമാന്തരീക്ഷം. ഞാൻ പറയുന്നത് ഇത് വലതുപക്ഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. കാരണം അവബോധപരമായ ജാഗ്രതയില്ലാത്ത, തിരിച്ചറിവില്ലാത്ത, ചരിത്രബോധമില്ലാത്ത ഒരാൾക്കൂട്ടമായി സമൂഹത്തെ മാറ്റുക എന്നതാണ് വലതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തിക ശ്രമം. ഇത് പക്ഷേ നമ്മൾ പലപ്പോഴും തിരിച്ചറിയില്ല. ഇതിന്റെ ഫലമായിട്ട് കേരളത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം കൂടി ഇതിന്റെ തുടർച്ചയിൽ പറയാം. അത് അതികഠിനമായ ബൗദ്ധിക വിരുദ്ധത കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ഒരു പ്രശ്നത്തെ ആഴത്തിൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ നിങ്ങൾ മുതിർന്നാൽ ഏതാണ്ട് നിങ്ങൾ കോമാളിയായി തീരും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നോക്കൂ, ഐക്യ കേരള പ്രസ്ഥാനവും ഭാഷാ സംസ്ഥാനങ്ങളെ മുൻനിർത്തുന്ന ഭാഷാ ദേശീയതകൾക്ക് വേണ്ടിയുള്ള സമരവും ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തീരുമാനിച്ച സമയത്താണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് EMS 1946 1.25 കോടി മലയാളികൾ എഴുതുന്നത്. അതിവിടെ ഒറ്റയ്ക്കല്ല. വിശാലാന്ധ്ര എന്ന പേരിൽ സുന്ദരയ്യ തെലുങ്കിൽ എഴുതുന്നുണ്ട്. ഭവാനി സെൻ നൂതൻ ബംഗാൾ എന്ന പേരിൽ ബംഗാളിൽ ഒരു ഡോക്യുമെന്റ് എഴുതുന്നുണ്ട്.
അവർ രണ്ടുപേരും താരതമ്യേന പ്രചരണപരമായ സ്വഭാവമുള്ള ഒരു ലഘുലേഖ രൂപത്തിൽ എഴുതിയപ്പോ EMS 200-250 പേജിൽ കേരള ചരിത്രത്തെ ആകമാനം അഴിച്ചു പണിതിട്ടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എഴുതിയത്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ സമരത്തിന്റെ സന്ദർഭത്തെ ആ സന്ദർഭത്തിന്റെ താൽക്കാലികതയിൽ, അപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം അത് സാമൂഹ്യ വികാസത്തിന്റെ അടിസ്ഥാന ആശയ രൂപീകരണമാക്കി മാറ്റുന്ന പണിയാണ് EMSന്റെ ആ പുസ്തകത്തിലുള്ളത്. ഇന്നാണെങ്കിൽ നമ്മളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുള്ള കാര്യം പറഞ്ഞാൽ പോരെ, നാടുവാഴി, ജന്മി, ജാതി മേധാവിത്വം എന്നൊക്കെ പറഞ്ഞ ആളെ ചുറ്റിക്കണം. എന്താണെന്നറിയോ, ഒരു വിഷയത്തെ ചരിത്രത്തിലും ആഴത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് അതിനെ കാര്യമായിട്ടൊന്നും പ്രതിരോധിക്കാനും പറ്റില്ല. അതുകൊണ്ട് ബൗദ്ധിക വിരുദ്ധത എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കേരളീയ സമൂഹത്തിൽ ആഴത്തിൽ വേരുപിടിക്കുന്ന വലതുപക്ഷ ബോധം കൂടിയാണ് എന്ന കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ സങ്കീർണമായ സാമൂഹ്യ പ്രതിഭാസങ്ങളെ, ചരിത്ര പ്രക്രിയകളെ നമ്മുടെ ലളിത സമവാക്യങ്ങളിൽ, നമ്മുടെ ലളിത യുക്തികളിൽ, എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറയുന്നത് പോലെ വിശദീകരിക്കാനും പരിഹരിക്കാനും ഒന്നും കഴിയുന്നതല്ല. വളരെ സങ്കീർണമാണ്. ആ സങ്കീർണത കൂടി നേടിയെടുത്തുകൊണ്ടാണ് ഭാഷാ സംസ്ഥാന രൂപീകരണം എന്നൊരു ചെറിയ സന്ദർഭത്തിൽ നിന്ന് കേരള ചരിത്രത്തെ സംബന്ധിക്കുന്ന വലിയൊരു ആശയ മണ്ഡലം EMSനെ പോലുള്ളവർ വികസിപ്പിച്ചെടുത്തത്. ഇന്ന് ഈ ബൗദ്ധിക വിരുദ്ധത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപരിപ്ലവത, അത് വലിയ തോതിൽ കേരളത്തെ വിഴുങ്ങുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ബൗദ്ധിക വിരുദ്ധത എന്നത് ലോകത്തെല്ലാ കാലത്തും ഫാഷിസ്റ്റുകളുടെ സുപ്രധാനമായ ആശയമായിരുന്നു. എവിടെവിടങ്ങളിൽ ഫാഷിസ്റ്റുകൾ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടോ ബൗദ്ധികതയ്ക്കെതിരെ വലിയ കടന്നാക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പുസ്തകങ്ങൾ കുത്തിയിട്ട് കത്തിച്ചിട്ടുണ്ട്, വലിയ ബുദ്ധിജീവികളെ നാട് കടത്തിയിട്ടുണ്ട്, അവരെ ജയിലിലടച്ചിട്ടുണ്ട്. ബൗദ്ധികത എന്നത് അവരുടെ കറുപ്പും വെളുപ്പും എന്ന പോലുള്ള താർക്കിക യുക്തിക്ക് വഴങ്ങാത്തത് കൊണ്ട് അതിനെ മുഴുവൻ നിരാകരിക്കുന്ന ഒരു രീതിയും ഇപ്പോ വികസിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനോടെല്ലാം വാസ്തവത്തിൽ ചെറുത്ത് നിന്നുകൊണ്ട് മാത്രമേ, കാരണം എന്തുകൊണ്ടാണ് നമ്മൾ സാമൂഹ്യ നീതി എന്ന ഒരു പ്രശ്നത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നതിന് വളരെ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടാവും. ഞാനൊരു സവിശേഷ സന്ദർഭം കൂടി EMSനെ മുൻനിർത്തി സൂചിപ്പിച്ച് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഐക്യകേരള പ്രസ്ഥാനം ശക്തമായി വന്ന സമയത്ത് കൊച്ചി രാജാവ് അന്ന് ഐക്യകേരളത്തിന് അനുകൂലമായൊരു നിലപാടെടുത്തു. തിരുവിതാംകൂർ രാജാവ് ഐക്യകേരളത്തിനെതിരായിരുന്നു. അത് ഐക്യകേരളത്തിനൊന്നല്ല, പുരോഗമനപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുവിതാംകൂർ രാജാവ് എതിരായിരിക്കും. അതാണ് തിരുവിതാംകൂറിലെ രാജാവിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം. അതിനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സഖാവ് VS. നിങ്ങൾ ഓർക്കണ്ടാവുമായിരിക്കും. അതെ, ഈ രാജാവെന്നൊന്നും മൂപ്പര് പറയൂല. ഒരാളുണ്ട് കേട്ടോ, കേസരി ബാലകൃഷ്ണപിള്ള, ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അന്നത്തെ പത്രാധിപന്മാരൊക്കെ, പത്രക്കാരൊക്കെ പൊന്നു തമ്പുരാൻ തിരുമനസ്സുണ്ട് എന്നൊക്കെ എഴുതുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് പണ്ഡിറ്റ് നെഹ്റുവിന് തിരുവിതാംകൂറിൽ പ്രവേശനാനുമതി നിഷേധിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. കേസരി അതിനെതിരെ മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ കേസരി എഴുതിയത്, മിസ്റ്റർ ചിത്ര തിരുനാൾ, പഴയ കാലമൊക്കെ കഴിഞ്ഞു എന്ന് അങ്ങ് മനസ്സിലാക്കണം. മിസ്റ്റർ ചിത്ര തിരുനാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മിസ്റ്റർ ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരാളാണ് ഇയാള്, അല്ലാതെ ഇയാൾക്ക് വേറെ വിശേഷമൊന്നുമില്ല എന്നാണ്. അങ്ങനെ എഴുതിയ ആളാ കേസരി ബാലകൃഷ്ണപിള്ള. ഒരു കൗതുകം കൂടിയുണ്ട്. കേസരി ശ്രീമൂലം തിരുനാളോ മറ്റോ മരിച്ചു കഴിഞ്ഞപ്പോ ശവസംസ്കാരം കാണാനായിട്ട് കേസരി പോയി. അപ്പൊ കേസരിയുടെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ഒക്കെ കേസരിയോട് ചോദിച്ചു, അല്ല, നിങ്ങൾ രാജവാഴ്ചയെ ഇത്രയധികം എതിർത്തിട്ട് ഈ രാജാവിന്റെ സംസ്കാരം കാണാൻ പോയത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പൊ കേസരി പറഞ്ഞു, ഒരു രാജാവെങ്കിലും കത്തിച്ചാമ്പലാവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. കേസരിക്ക് ഒരു പൊസിഷനാണ്, ദിവാനല്ല പ്രശ്നം, ദിവാനല്ല, രാജാവാണ് പ്രശ്നം. രാജവാഴ്ചയാണ് പോകേണ്ടത്, ദിവാൻ ഭരണത്തെക്കാളൊക്കെ അപകടം രാജവാഴ്ചയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന കേരളത്തിലെ ആദ്യത്തെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി അടക്കം
രാജഗോപാലാചാരി എന്ന് പറയുന്ന ദിവാന കഠിനമായി വിമർശിക്കുകയും രാജാവിനോട് സൗമ്യമായി പെരുമാറുകയും ചെയ്യുക. ദേശീയ പ്രസ്ഥാനം അങ്ങനെയായിരുന്നു. നിങ്ങൾക്കറിയാലോ, നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസ് ഇല്ല. നാട്ടുരാജ്യം നമ്മുടെ ആളുകളാണല്ലോ ഭരിക്കണത്. മറിച്ച് ബ്രിട്ടീഷ് ഭരണം ഗവൺമെന്റിൻ്റെതാണ്, അത് കോളനി അധികാരികളുടേതാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണ പ്രവിശ്യകളിൽ ദേശീയ പ്രസ്ഥാനമുണ്ട്, നാട്ടുരാജ്യങ്ങളിൽ ദേശീയ പ്രസ്ഥാനം വേണ്ട എന്നതായിരുന്നു കേസരിയെടുത്ത നിലപാട്. നാട്ടുരാജ്യമാണ് പ്രശ്നം, ഈ രാജാവാണ് പ്രശ്നം. ഞാൻ പറയാൻ വന്ന കാര്യം, അതുകൊണ്ട് ഈ ഐക്യ കേരളം എന്ന ആശയം വന്നപ്പോൾ തിരുവിതാംകൂറിൽ രാജാവ് എതിരായിരുന്നു, ദിവാൻ എതിരായിരുന്നു, സ്വതന്ത്ര തിരുവിതാംകൂറൊക്കെ ആണല്ലോ. മലബാറിലും തിരുവിതാംകൂറിലും ആളുകൾ എതിരായിരുന്നു കുറെ പേര്. അതിന് കാരണം അന്ന് മലബാർ സി ഗ്രേഡാണ് സാമ്പത്തിക വളർച്ചയില്, തിരുവിതാംകൂർ എ ഗ്രേഡാണ്. അതുകൊണ്ട് മലബാറും തിരുവിതാംകൂറും തമ്മിൽ ലയിച്ചാല് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക വിഭവങ്ങളൊക്കെ മലബാറിന് കൈമാറേണ്ടി വരും എന്നതുകൊണ്ട് ഇതിനെ എതിർത്ത കുറെ പേർ തിരുവിതാംകൂറിലുണ്ട്. മദ്രാസ് പ്രവിശ്യയുമായിട്ട്, മദ്രാസ് സംസ്ഥാനവുമായിട്ട് ദീർഘകാല ബന്ധമുള്ള മലബാർ അത് അടർത്തി മാറ്റി തിരുവിതാംകൂറുമായിട്ട് ലയിച്ചാൽ അത് മലബാറിന് ദോഷമായി തീരുമെന്ന് കരുതിയ കുറെ ആളുകൾ മലബാറിലുണ്ടായിരുന്നു. ഈ രണ്ടു കൂട്ടരും ഐക്യ കേരളത്തിനെതിരായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കൊച്ചി രാജാവ്, അന്ന് ഐക്യ കേരള പ്രസ്ഥാനം EMSന്റെയും അതുപോലെ തന്നെ കേളപ്പന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന കാലാണ്. അപ്പോഴാണ് കൊച്ചി രാജാവ് ഐക്യ കേരളത്തിന് വേണ്ടി താൻ തൻ്റെ രാജാധികാരം ഒഴിയാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചത്. അതെല്ലാവരും ഐക്യ കേരളത്തിന്റെ അനുയായികളൊക്കെ വലിയ തോതിൽ ഏറ്റെടുത്തു. മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ രാജാവിനെ ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് EMS ഒരു ലേഖനം എഴുതി, ദീർഘമായ പ്രബന്ധമാണ്. ആ പ്രബന്ധത്തിന്റെ തലക്കെട്ട് കേട്ട ഇന്ന് പേടിയാവും. ആ തലക്കെട്ട് എന്താണെന്ന് വെച്ചാൽ, കൊച്ചി രാജാവിന്റെ ഐക്യ കേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നാണ്. നോക്കൂ, ഐക്യ കേരളത്തിന് വേണ്ടി സമരം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഒരു രാജാവ് ഐക്യ കേരളത്തിന് വേണ്ടി രാജ്യാധികാരം ഒഴിയാമെന്ന് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയല്ല, ഇത് വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് കഠിനമായി ആക്രമിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ സൈദ്ധാന്തിക ധാരണ, ചരിത്രധാരണ എന്ന് പറയുന്നത് എത്ര പ്രധാനമാണ് എന്ന് വരിക. EMS ആ ലേഖനത്തിൽ പറഞ്ഞു, കൊച്ചി രാജാവിന്റെ ഐക്യ കേരളം എന്താണ്? ഐക്യ കേരള പ്രഖ്യാപനത്തിൽ കൊച്ചി രാജാവ് പറഞ്ഞത് പരമ്പരാഗതമായ കേരളീയ മൂല്യങ്ങളെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും ചിരപുരാതനമായ ചേര സാമ്രാജ്യ വാഴ്ചയുടെ തുടർച്ച ഉറപ്പാക്കുന്നതുമായ ഐക്യ കേരളം. EMS ആ ലേഖനത്തിൽ പറഞ്ഞു, ഐക്യ കേരളം എന്ന ആശയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ ചിരപുരാതനമായ പരമ്പരാഗതമായ കേരളീയ മൂല്യങ്ങളെന്ന് അദ്ദേഹം പറയുന്ന ജാതിജന്മി നാടുവാഴി മേധാവിത്വത്തിന്റെ മൂല്യവ്യവസ്ഥയെ പാടെ നിരാകരിക്കുന്നതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യ വാഴ്ചയെ കടപുഴക്കി അതിൻ്റെ അവശിഷ്ട രൂപങ്ങളെ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യം സ്ഥാപിക്കുന്നതുമായ ഒന്നായിരിക്കും ഐക്യ കേരളം. അതുകൊണ്ട് കൊച്ചി തമ്പുരാൻ ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയണ ഐക്യ കേരളം അല്ല. ഇത് തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് ചരിത്രബോധം എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് ബൗദ്ധിക ശേഷി എന്ന് പറയുന്നത്. അല്ലാതെ ഐക്യ കേരളം എന്ന് മൂപ്പര് പറയുന്നു, ഐക്യ കേരളം എന്ന് നമ്മൾ പറയുന്നു, എന്നാ പിന്നെ നമ്മൾ തമ്മിൽ ഐക്യമുന്നണി എന്ന് പറയല്ല. അങ്ങനെ ഒരു യുക്തി വാസ്തവത്തിൽ നമ്മുടെ സാമൂഹിക ബോധത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. ആ ദൗർബല്യം ഇന്നിപ്പോ നമുക്ക് നോക്കിയാൽ എത്രയെങ്കിലും കാണാം. നമ്മുടെ മാധ്യമ മണ്ഡലങ്ങളിൽ അരങ്ങേറുന്ന ചർച്ചകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ താർക്കികതയുടെയും ശബ്ദഘോഷത്തിൻ്റെയും അട്ടഹാസങ്ങളുടെയും ഒരു ലോകം എന്നല്ലാതെ ഒരു വിഷയത്തെ അതിൻ്റെ സൂക്ഷ്മാംശത്തിൽ മനസ്സിലാക്കാനോ വകതിരിച്ചെടുക്കാനോ സമൂഹത്തെ സഹായിക്കുന്നതായി വളരെ വളരെ കുറവേ നമുക്ക് കാണാൻ പറ്റൂ. ഇത് യാദൃച്ഛികമല്ല, ഇതൊട്ടും യാദൃച്ഛികമല്ല. ഇത് മൂലധന താല്പര്യം സൃഷ്ടിച്ചെടുക്കുന്ന ഒരാൾക്കൂട്ടത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ്. സമൂഹത്തെ സാമൂഹികമായ തിരിച്ചറിവിൽ നിന്ന്, ജാഗ്രതയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആൾക്കൂട്ടമാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ താല്പര്യം. ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നേതാവ് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന, മറ്റെന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന, ആത്മബോധമില്ലാത്ത, സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ചെറുത്തു നിൽക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത ഒന്നിനെയാണ് ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ഈ ആൾക്കൂട്ട നിർമ്മാണമാണ് ഇന്ന് കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാധ്യമങ്ങളെ കേന്ദ്രീകരിച്ച് മറ്റു പല വഴിക്കും നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് വാസ്തവത്തിൽ ഈ ബൗദ്ധിക വിരുദ്ധത എന്ന കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഞാനിത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഹാക്കൾക്കും ഇപ്പം അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നതുകൊണ്ടാണ്.
സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു കയറുന്ന വിചാര രീതിക്ക് എന്തോ തകരാറുണ്ട് എന്ന് നമ്മളും കരുതി തുടങ്ങുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എമ്മിൻ്റെ ഉദാഹരണം എടുത്ത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജീവിത മൂല്യങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിനുതകുന്ന വലിയൊരു പരിശ്രമം നമ്മൾ നടത്തിയില്ലെങ്കിൽ കേരളം ഒരു വൈപരീത്യത്തിനുള്ളിൽ പെട്ടുപോകും. ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതിക വികാസത്തിന്റെ പശ്ചാത്തല വളർച്ചയുടെ ഒക്കെ തലങ്ങളിൽ വലിയ ഔന്നത്യത്തിലേക്ക് എത്തുമ്പോഴും IMR 5-ൽ താഴെ എത്തിയ ഒരു സമൂഹമായി കേരളം നിൽക്കുമ്പോഴും ജാതി വിദ്വേഷത്തിനോ മതവർഗീയതയ്ക്കോ ആചാരപരതയ്ക്കോ ഒരു കുറവുമില്ലാത്ത സമൂഹമായും കേരളം നിലനിൽക്കുന്നു എന്ന സ്ഥിതി വരും. അതുകൊണ്ട് സാമൂഹിക വളർച്ചയെ, പശ്ചാത്തല വികാസത്തെ അവബോധ തലത്തിലേക്ക് കൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ കാര്യ പരിപാടിയിലെ സുപ്രധാനമായ ഒരു തലമാണ്. അതിന് മാറി വരുന്ന ലോക സന്ദർഭത്തോട് എങ്ങനെ ഇടയണം, എങ്ങനെ എൻഗേജ് ചെയ്യണം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ VSന്റെ ഏറ്റവും വലിയ ഒരു ഓർമ്മയുടെ പ്രാധാന്യം എന്നത് ഇങ്ങനെയുള്ള ഒന്നാണ്. ഇപ്പൊ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒന്നിനു വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നിലക്കൊള്ളാനും വരാനിരിക്കുന്ന നമ്മുടെ സാമൂഹ്യ അവബോധ രൂപീകരണത്തിലെ സുപ്രധാന ഘടകമായി അത് മാറുമെന്ന് തിരിച്ചറിഞ്ഞിടപെടാനും ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വലിയ പ്രാധാന്യം. സ്ത്രീ പ്രശ്നത്തെ, സ്ത്രീയുടെ സാമൂഹ്യ നീതി എന്ന പ്രശ്നത്തെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങൾക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ, ലൈംഗിക ചൂഷണങ്ങളുടെ പ്രശ്നങ്ങളെ, ഇതിനെയൊക്കെ ഒറ്റതിരിഞ്ഞ പ്രശ്നങ്ങളായി കാണാതെ വിശാലമായൊരു വർഗഘടനയോട് ബന്ധിപ്പിച്ച് അതിനെ ഒരു സമരമുഖമാക്കി മാറ്റുന്നതിൽ ഒരുപക്ഷെ VS വഹിച്ച പങ്ക് അന്യാദൃശമായ പങ്കാണ്. ആ വഴിയെ കുറെ കൂടി മുൻപോട്ട് കൊണ്ടുപോകാനും അതിതീവ്രമായി വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടോളം വരുന്ന കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ലോകം ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വലതുപക്ഷത്തിലേക്ക് കൂടുതൽ പോകുന്ന, അതിപ്പോ തുർക്കിയിലെ എർദോഗാനെ പോലെ, നമ്മുടെ മോദിയെ പോലെ, അമേരിക്കയിലെ ട്രംപിനെ പോലെ, ബ്രസീലിലെ ബൊൾസനാരോയെ പോലെ എത്രയെങ്കിലും ആളുകൾ വലതുപക്ഷം എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഫാസിസ്റ്റ് അതിതീവ്രതയുടെ നടത്തിപ്പുകാരായിട്ട് മാറുന്ന ഒരു ലോക സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതിനെല്ലാം എതിരെയുള്ള വലിയൊരു സമരമുഖമായിട്ട് നമ്മുടെ ഇടതുപക്ഷ ബോധത്തെ ഉറപ്പിച്ചെടുക്കണം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ ചേരുന്ന സമയത്ത് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യയിലെ യുവത്വം അതിശക്തമായി ഈ വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയും അതിൻ്റെ യുക്തികൾക്കെതിരെയും ഉയർന്നു വന്ന ഒരു നിമിഷത്തിന്റെ, ഒരു സന്ദർഭത്തിന്റെ തൊട്ടു പിന്നാലെയാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ വർഗീയവാദികൾക്കും ഫാഷിസ്റ്റുകൾക്കും എതിരായ വലിയൊരു രാഷ്ട്രീയ ഊർജം സാമൂഹ്യ ശരീരത്തിൽ ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ വിമർശന ബോധത്തെ, ആ എതിർപ്പിനെ, പ്രത്യേകിച്ചും അർബൻ നഗരകേന്ദ്രിത മധ്യവർഗത്തിന്റെയും യുവാക്കളുടെയും ഇടയിൽ രൂപപ്പെട്ടിട്ടുള്ള ആ എതിർപ്പിനെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനും അതിനെ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായ വലിയ സമരമുഖമായി വികസിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരം പരിശ്രമങ്ങളിൽ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് കേരളത്തെ ഒരു ലോകമാതൃകയാക്കി മാറ്റുന്ന മട്ടിൽ കേരളീയ സമൂഹത്തിൽ വേരുപിടിച്ചു നിന്നിരുന്ന ഇടതുപക്ഷപരമായ ജീവിതബോധത്തെ സംരക്ഷിക്കുക എന്നത്. ആ സംരക്ഷണത്തിന് ഒരുപക്ഷെ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും വലിയ ഊർജ സ്രോതസ്സുകളിൽ ഒന്നാണ് സംശയരഹിതമായും സഖാവ് VSന്റേത്. ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വിഖ്യാതനായ മാർക്സിസ്റ്റ് ചിന്തകൻ കൂടിയായ വാൾട്ടർ ബെഞ്ചമിൻ പറയുന്ന ഒരു വാക്യം, ചരിത്രം എന്നത് ഈ ഭൂതകാലത്തിന്റെ കണക്ക് പറയലല്ല, മറിച്ച് ആപത്തിന്റെ നിമിഷങ്ങളിൽ മനസ്സിലൂടെ മിന്നിമായുന്ന ഒരോർമ്മയെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം എന്ന് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ VS അങ്ങനെ ഒരു ഓർമ്മയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പ്രസ്ഥാനവും കേരളീയ സമൂഹവും ഒക്കെ വലിയ പ്രയാസങ്ങളെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ, അത്യാപത്തിന്റെ ഈ മുഹൂർത്തത്തിൽ നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ബലിഷ്ഠമായ, ഏറ്റവും തീവ്രമായ ഓർമ്മകളിലൊന്നാണ്, ഏറ്റവും ശക്തിമത്തായ ഓർമ്മകളിലൊന്നാണ് സഖാവ് VSന്റേത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ അഭിവാദ്യം.